വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. ഇന്ന് പ്രീമിയർ ലീഗിൽ അവസാനമായിട്ട് ക്ലോപ്പിൻ്റെ ലിവർപൂളും പെപ്പിൻ്റെ മാൻ സിറ്റിയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. എൻഡ് ഓഫ് ആൻ എറ എന്ന് തന്നെ പറയാം. ഇപ്പം എന്തായാലും മത്സരത്തിന് മുന്നേ തന്നെ ഒത്തിരി വാക്പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ട്രെൻഡും അതുപോലെ തന്നെ ഹാലൻഡും ക്ലോപ്പും ഇവരൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രെൻഡ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലിവർപൂളിൻ്റെ സക്സസ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയേക്കാളും വലിയ സക്സസ്, കാരണം ഇറ്റ് മീൻസ് മോർ ടു ദം. അപ്പോൾ അതിൻ്റെ റീസണായിട്ട് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫിനാൻഷ്യൽ മസിലൊന്നും നമുക്കില്ല, എന്നിട്ടും അതിൽ നിന്നൊക്കെ നമുക്ക് സക്സസ് ഉണ്ടായെടുത്തത് അത് വലിയ കാര്യമാണെന്നുള്ള രീതിയിൽ ട്രെൻഡ് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി എന്നോണം ഹാലൻഡ് വന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ സീസണിൽ 1 വർഷം കൊണ്ട് ഞാൻ ട്രിബിൾ അടിച്ചു, അതെന്ന് വെച്ചാൽ നൈസ് ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ ഡിയാസും പറഞ്ഞു ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഫാൻസിനൊക്കെ ഇത് വലിയ കാര്യമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ക്ലോപ്പ് ട്രെൻഡിന് സപ്പോർട്ടീവായിട്ട് വന്നു. ദിസ് മീൻസ് മോർ ടു അസ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹവും വന്നു. അപ്പോൾ അങ്ങനെ മത്സരത്തിന് മുന്നേ തന്നെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരാട്ടങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്കുള്ള ബിൽഡപ്പ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ എന്തായാലും ലിവർപൂളായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ 1-ാം സ്ഥാനം നിന്നിരുന്നത്. പക്ഷേ വേറൊരു ടീം ഇപ്പോൾ 1-ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. മറ്റാരുമല്ല, ആഴ്സണലിൻ്റെ ഫോമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ വിന്നിങ് ഫോമാണ്. ഭീകര ഫോമിലാണ് ആഴ്സണൽ കളിക്കുന്നത്. അപ്പോൾ അവരുടെ ഗോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ 46 മറ്റ് ടീമുകളേക്കാളൊക്കെ ബഹുദൂരം മുന്നിലാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം എങ്ങാനും ഡ്രോ ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് ആഴ്സണലായിരിക്കും, കാരണം അവരായിരിക്കും 1-ാം സ്ഥാനത്ത് തുടരുക. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ആഴ്സണലിനുണ്ട് ഈ ഒരു മത്സരം ഡ്രോ ആയി കഴിഞ്ഞാൽ. അതേസമയം തന്നെ ലിവർപൂൾ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ മാൻ സിറ്റി വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരാണെങ്കിൽ 1-ാം സ്ഥാനത്തേക്ക് കയറും എന്നുള്ളതാണ് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലത്തെയും പോലെ ഇതൊരു ഷോ പീസ് ഇവൻറ്റ് തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായും മത്സരത്തിൽ എല്ലാ കൊല്ലം നമ്മൾ കാണുന്ന പോലത്തെ ആ ഒരു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബ്ലിസ്റ്ററിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ തന്നെ കാണാൻ പറ്റും എന്നുള്ള കാര്യം എന്തായാലും പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ എന്തായാലും രണ്ട് ടീമുകളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഹോം ടീമായ ലിവർപൂളിനെ കുറിച്ച് പറയാം. അപ്പോൾ ലിവർപൂളാണെങ്കിലും ഭയങ്കര ഫോമിലാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അവർ യൂറോപ്പ ലീഗിലുള്ള മത്സരമായിരുന്നു അവസാനം നടന്നത്. അപ്പോൾ സ്പാർട്ടനെ 5-1 തകർത്തിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഡാർവിൻ ന്യൂനസിൻ്റെ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് വിന്നറിലൂടെയൊക്കെ ജയിച്ചിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ലിവർപൂൾ ആണെങ്കിൽ അറ്റ് ഹോം അവർക്ക് നല്ല റെക്കോർഡാണ്. 29 മത്സരങ്ങൾ അവർ അൺബീറ്റൺ ആണ്. അപ്പോൾ അതൊക്കെയാണ് ലിവർപൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഉള്ള മത്സരങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹോമിൽ വെച്ച് കളിക്കുമ്പോഴൊക്കെ അവർ 3 ഗോളുകൾ മിനിമം അടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് എടുത്തു പറയാനുള്ള കാര്യം. അതേസമയം തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിലും ഒട്ടും പുറകിലല്ല, അവരാണെങ്കിലും ടോപ്പ് ഫോമിലാണ്. അപ്പോൾ അവർക്ക് ഈ സമയത്തുള്ളൊരു ഫോമിനെ കുറിച്ച് നമ്മൾ എല്ലാ കൊല്ലവും പറയാറുള്ളതാണ്, ഈ ഒരു സമയമായി കഴിയുമ്പോൾ അവർ ഭീകരമായിട്ടുള്ള ഫോമിലേക്ക് മാറും. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ കോപ്പൻഹാഗനെ 6-2 അഗ്രിഗേറ്റിൽ തകർത്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച യുണൈറ്റഡിനെതിരെ 3-1 വലിയൊരു വിജയം സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെ രണ്ട് ടീമുകളും നല്ല ഫോമിൽ തന്നെയാണെന്നുള്ളതാണ് എടുത്തു പറയാനുള്ള കാര്യം. അപ്പോൾ തീർച്ചയായും സ്പെക്ടേറ്റേഴ്സിന് ഇതൊരു നല്ലൊരു വിരുന്ന് തന്നെയായിരിക്കും. അതുപോലെ ലിവർപൂൾ മാൻ സിറ്റി ഒരു പർട്ടിക്കുലർ ഫിക്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ലിവർപൂൾ മാൻ സിറ്റിനെ തോൽപ്പിച്ചിട്ടില്ല. കാരണം തോൽപ്പിച്ചത് കഴിഞ്ഞ വർഷം ആൻഫീൽഡിലുണ്ടായ 1-0 വിജയമാണ്. അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർലി ആൻഫീൽഡിലേക്ക് വരുമ്പോൾ അത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നല്ല റിസൾട്ടുകൾ കിട്ടുന്ന ഒരു ഏരിയ അല്ല. അപ്പോൾ കഴിഞ്ഞ 20 മത്സരങ്ങളിൽ അവരവിടെ നേരിട്ടിട്ട് ആകെ ഒരു മത്സരത്തിലാണ് അവരെ വിജയിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. അത് 2-3 കൊല്ലം മുമ്പ് ആ കോവിഡിൻ്റെ സമയത്ത് നടന്ന മത്സരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ ഭാഗത്തിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഉള്ളത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ടീം ന്യൂസിലേക്ക് വരികയാണെങ്കിൽ ലിവർപൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോസല അദ്ദേഹം ഫിറ്റായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. സ്പാർട്ടയ്ക്കെതിരെയൊക്കെ അദ്ദേഹം ഇറങ്ങിയിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്. ജോയൽ മാറ്റിപ്പ് ഇല്ല, ട്രെൻഡ് ഇല്ല, ആലിസൺ ഇല്ല, ബജക്റ്റിക് ഇല്ല, ദിയാഗോ ഇല്ല, അതുപോലെ തന്നെ ഗ്രാവൻബർഗ് ഇല്ല. അപ്പോൾ അങ്ങനെ കർട്ടിസ് ജോൺസ് ഇല്ല. പിന്നെ കൊണാട്ടയുടെ കാര്യം സംശയം പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ലിവർപൂളിൻ്റെ ഇഞ്ചുറി കൺസേൺസ് ഉള്ളത്. ഇൻവൈൽ മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച് അവർക്ക് കാര്യമായിട്ടുള്ള ഇഞ്ചുറി കൺസേൺസ് ഇല്ല എന്നുള്ളതാണ്. ജെറമി ഡോക്കുവിന് ചെറിയ മസ്കുലർ ഇഞ്ചുറിയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഡോക്കുവിൻ്റെ ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്കു നമ്മൾ സീസൺ തുടങ്ങിയ സമയത്ത് കിടിലൻ കളിയാന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഡോക്കുവിൻ്റെ കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രഡിക്റ്റബിളായിട്ട് മാറി. ഇപ്പോൾ ഡോക്കു എന്താ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം എതിർ ടീമുകൾക്കൊക്കെ മനസ്സിലായി എന്നുള്ളതാണ്. ഡ്രിബിളും കാര്യങ്ങളൊക്കെ ചെയ്യും, ബോൾ കൺട്രോളൊക്കെ ഉണ്ട്, പക്ഷേ ഡോക്കു ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്ലെയറായിട്ട് മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജാക്ക് ഗ്രീലിഷിന് ഗ്രോയിൻ ഇഞ്ചുറിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് അവർക്ക് മെയിനായിട്ട് കൺസേൺ ആയിട്ടുള്ളൂ. ബാക്കി താരങ്ങളൊക്കെ ഫിറ്റാണെന്നുള്ളതാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ വലിയൊരു ബൂസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രഡിക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ സ്ക്വാഡിൻ്റെ അവൈലബിലിറ്റിയൊക്കെ നോക്കി കഴിയുമ്പോൾ
മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഫേവറേറ്റ്സ് എന്ന് പറയാം. പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നത് ലിവർപൂൾ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കും എന്നാണ്. സോ ഐ എം ഗോയിങ് വിത്ത് ലിവർപൂൾ. അവർക്ക് ജയിക്കാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.